അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കുറ്റിയുടെ തലയിലായി. പൂക്കുറ്റി നൈസായിട്ട് സ്കിപ്പ് അടിക്കാൻ നോക്കുക. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ല തെണ്ടി, നീ ഊരുന്നൊന്ന് കാണട്ടാ. സജിനയ്ക്കാണെങ്കിൽ പൂക്കുറ്റിയുടെ കൊച്ചിനെ പ്രസവിച്ചേ പറ്റത്തുള്ളൂ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇത്രയും അവിഹിതത്തിന് പോയിട്ട് സജിനയ്ക്ക് ഒരാടെ കൊച്ചിനെയും പ്രസവിക്കണ്ടായിരുന്നു, പൂക്കുറ്റിയുടെ കൊച്ചിനെ പ്രസവിക്കണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്താ പൂക്കുറ്റിയുടെ പൈസ ഉണ്ട്, പൂക്കുറ്റിയുടെ പണം കണ്ടിട്ട് തന്നെ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സജിനയുടെ പഴയ ഒരു വോയിസിൽ പുള്ളിക്കാരത്തി തന്നെ പറയുന്നുണ്ട്, പണത്തിന് വേണ്ടി എന്തോ ചേറ്റ പരിപാടിയും ചെയ്യുമെന്ന്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഈ ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്താ ഉറക്കം വരുന്നു. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നാണക്കേടാണ് സജിന. നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ ഞാൻ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞപ്പോ ചാവ നിങ്ങൾ പോയി. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ പോവാൻ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇടയ്ക്ക് നമ്മൾ ഓരോ സ്റ്റോറികൾ കാണുമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, പൂക്കുറ്റിയായിട്ടുള്ള സജിന ഇടുന്ന സ്റ്റോറി, കഴിഞ്ഞ ദിവസം ഹാക്ക് ആയെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന സ്റ്റോറി. ഇത് സംഭവം എന്തുവാ? ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാ. തൂക്കിയല്ലോ നാദാ. തട്ടിപ്പാണല്ലേ? ഇപ്പൊ പൊട്ടിക്കൊന്നും പറഞ്ഞിട്ട് നൈസായിട്ട് ഓരോരോ ഫോട്ടോ ഇട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഇയാൾക്ക് ഇയാളെ അഭിമാനത്തിൽ, സജിനയ്ക്ക് അഭിമാനത്തിലൊന്നും ഒരു കുഴപ്പമില്ല, അത് പോയി കഴിഞ്ഞാൽ പോട്ട് എന്നും പറഞ്ഞിട്ട് നാണമാനൊന്നും ഇല്ലല്ലോ. പിന്നെ അഭിമാനത്തിൽ ഒരു അഭിമാനവും ഇല്ല. പക്ഷെ പൂക്കുറ്റിക്ക് അങ്ങനല്ല, ചെയർമാനാണ്, ഓസ്കാർ ജേതാവാണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അപ്പം അഭിമാനത്തിന് നല്ല വിലയുണ്ട്. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ഇതിനേക്കാളും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പൂക്കുറ്റിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് എനിക്ക് വേറെ 3 അഭിഹിതം ഉണ്ടായിരുന്നു. നമ്പർ 7, 8, 9. ഇപ്പൊ 9 നമ്പർ 7, 8, 9. ഇപ്പൊ 9 വീഡിയോ ഒന്ന് കണ്ടോ. ഇനി വേറൊരു ആളുമായിട്ട് എനിക്ക് ജീവിതം ഇല്ല എന്ന് പറയുമ്പോഴും പാരലായിട്ട് ഒരു 1-2 പേരുമായിട്ട് ഇവള് കണക്ഷൻ ഉള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവ്. വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, എനിക്കും അറിയാവുന്ന, നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആംഗ്ലി എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇപ്പോഴാ. കാണ്ടാമൃഗം തോറ്റുപോകും. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇവള് കരഞ്ഞ് കാല് പിടിച്ച് അത് പറ്റിപ്പോയതാന്നൊക്കെ പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പറ്റിപ്പോയതാണെന്നും അവൾ നേരത്തെ പറഞ്ഞാണ് അയാളിരിക്കുന്ന സാധനം രണ്ടുപേരും വിചാരിച്ചാലല്ലേ നടക്കത്തുള്ളൂ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അപ്പം അങ്ങനെ രാഹുൽ എന്നാണ് അവൻ്റെ പേര്. പിന്നെ കിളിമാനൂരുള്ള ഒരു സിദ്ദീഖ്, ദുബായിലുള്ള അമീൻ മന്നൻ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇതിൻ്റെയൊക്കെ ഇത് വെറുതെ പറയുന്ന പേരല്ല. ഇത് കേസുമായിട്ട് പോവുകയാണെങ്കിൽ, നാളെ ഇവരൊരു കേസുമായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഐ വിറ്റ്നസ്, ഓഡിയോ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.